ലാലേട്ടൻ എന്തൊക്കെയാവും ചോദിക്കുക. ജിൻഡോ പൊട്ടിച്ച വെടി ഇന്ന് പൊട്ടുമോ? നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, ഇന്ന് ഏകദേശം ഒരു 3 മണി രാവിലെ ആയപ്പോൾ ജിൻഡോ ക്യാമറ നോക്കി ബിഗ് ബോസിനോട് ഒരു പരാതി പറയുകയാണ്. എന്താണെന്നറിയാമോ? റസ്മിൻ പവർ ടീമിലുള്ള ഒരാളാണ്, പവർ റൂമിലാണ് കിടക്കേണ്ടത്. എന്നാൽ റസ്മിൻ അവിടെ കിടക്കാതെ നോറയുടെ അടുത്ത് പോയി കിടക്കുകയാണ്. ജിൻഡോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഊരിയിട്ട് പുതപ്പിനുള്ളിൽ കിടന്ന് നോറയുമായിട്ട് ഗെയിം ഡിസ്കസ് ചെയ്യാനാണ് റസ്മിൻ പോയിരിക്കുന്നത് എന്ന്. അതുപോലെ കഴിഞ്ഞ ദിവസം ജിൻഡോ ഒരു പരാമർശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ടാസ്കിനിടയ്ക്ക് ഇവിടെ 4 പേര് ഒത്തു കളിക്കാനാണ് വന്നത് എന്ന്. അത് ജാസ്മിൻ, നോറ, റസ്മിൻ, ഗബ്രി എന്നിവരെ പറ്റിയായിരുന്നു. അപ്പം ജിൻഡോ ഈ പറഞ്ഞ പരാമർശം എന്തായാലും ബിഗ് ബോസ് കണക്കിലെടുക്കുക തന്നെ ചെയ്യും. അത് ലാലേട്ടൻ ചോദിക്കുമോ? ചോദിക്കാനായിരിക്കും സാധ്യത ഏറെ. എന്തായാലും അത് നമുക്ക് നോക്കാം. അത് കണ്ടാൽ ഏതായാലും പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അതായത് ഒത്തുകളിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്? ബിഗ് ബോസ് ഷോയെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. അവരൊക്കെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന റിയൽ ക്യാരക്ടേഴ്സ്, റിയൽ ഗെയിമേഴ്സ്, റിയലായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ റിയലായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകരെ ഒത്തുകളിച്ച് പറ്റിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെയാണ് എങ്കിൽ അത് ബിഗ് ബോസ് ഷോയെ തന്നെ ബാധിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്കൂരി സംസാരിക്കുക, ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് സംസാരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ലാലേട്ടൻ എന്തായാലും ചോദിക്കുക തന്നെ ചെയ്യേണ്ടതാണ്. ജാസ്മിനും ഗബ്രിയൊക്കെ പലപ്പോഴും മൈക്കൂരി സംസാരിക്കുക, ഡ്രസ്സിംഗ് റൂമിൽ കയറിയിരുന്ന് സംസാരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അത് ബിഗ് ബോസിനെ കൂടി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് ഇവരെ എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നതും എല്ലാ ഫെസിലിറ്റീസ് അടക്കം കൊടുത്ത് അവർ ചോദിക്കുന്ന പ്രതിഫലം കൊടുത്ത് അവരെ അവിടെ നിർത്തിയിരിക്കുന്നതും ഒക്കെ കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ്. ആ കണ്ടന്റുകൾ എന്ന് പറയുന്നത് കിട്ടുന്നത് ഇവരുടെ സംസാരത്തിലൂടെയും ഇവർ കളിക്കുന്ന ഗെയിമുകളിലൂടെയൊക്കെയാണ്. അപ്പോൾ മൈക്കൊക്കെ മാറ്റി വെച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടേണ്ട കണ്ടന്റുകൾ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ ഈ ഒത്തുകളിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ കാണുന്ന പ്രേക്ഷകരെ വെറും മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റോക്കിയും സിജോയും തമ്മിലുള്ള ആ ഫൈറ്റ് വേണമെങ്കിൽ കുറച്ചെങ്കിലും ഇടപെട്ടിരുന്നെങ്കിൽ, ഹൗസ് മേറ്റ്സ് കുറച്ചെങ്കിലും ഇടപെട്ടിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു തന്നെയായിരുന്നു. കാര്യം ഹൗസ് മേറ്റ്സിന് ആരും ഇടപെടാൻ നിൽക്കാതെ അവരെല്ലാവരും മാറി നിന്ന് കാഴ്ചക്കാരായി കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രയും പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇടപെട്ട് അവരെ 2 വശത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ആ 2 പേരും അവിടെ ഉണ്ടായിരുന്നതിന് ശക്തമായ 2 കളിക്കാരായിരുന്നു. അവർ രണ്ടും അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വെറും നോക്കുകുത്തികളെ പോലെ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ഈ സീസണിൽ മാത്രം നമ്മൾ കണ്ടുവരുന്നൊരു പ്രത്യേക കാര്യമാണത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും പെട്ടെന്ന് കയറി ഇടപെട്ട് അവരെയൊക്കെ കാമാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ മാത്രം എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആരും ഇടപെടില്ല. ആ 2 വ്യക്തികൾ മാത്രം തീർക്കണം. അതാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ജിൻഡോയും ഗബ്രിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ക്യാപ്റ്റൻ ആയിരുന്ന അൻസിബ പോലും ആ ഒരു സമയം ആരുടെ ഇടയ്ക്ക് കയറുന്നില്ല, ആരോടും ഒരു കാര്യങ്ങൾ പറയുന്നില്ല. അതൊക്കെ ശരിക്കും ശരിയായ കാര്യമല്ല. ആരായാലും ആ ഒരു സമയത്തേക്ക് അവരെ ഒന്ന് കാര്യം ശരിയാണ്, ഈ ഷോ പ്രൊവോക്കേഷൻ ഷോയാണ്, ജയിക്കാനാണ് എല്ലാവരും വന്നത് എങ്കിലും ഒരു അൺനെസസറി ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടന്ന് അങ്ങനെ ഒരാൾ ഗെയിമിൽ നിന്ന് പുറത്ത് പോകാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസും കൂടി സമ്മതിക്കാതിരിക്കേണ്ടതാണ്. ഈ 3 കാര്യങ്ങൾ എന്തായാലും ലാലേട്ടൻ ചോദിക്കേണ്ടത് തന്നെയാണ്. എന്തൊക്കെയായിരിക്കും എപ്പിസോഡിൽ ഉണ്ടാകുക എന്നും എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്നും നമുക്ക് നോക്കി തന്നെ കാണാം. പുതിയ വിശേഷങ്ങൾ അപ്ഡേഷനായിട്ട് ഞാൻ ഇനി വരും. അതുവരെ ബൈ.